ഹലോ, അങ്ങനെ 2025 കഴിഞ്ഞല്ലേ? 2026 നിങ്ങൾക്കൊരു ഡിസിപ്ലിൻഡ് ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടുവരണം, ഒരു എനർജറ്റിക് ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡു സ്റ്റേ വിത്ത് മീ. ഫസ്റ്റ് തിങ്, പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവാൻ വേണ്ടിയിട്ട് കാപ്സ് കട്ട് ചെയ്യാതിരിക്കുക. എൻ്റെ മോസ്റ്റ് ഓഫ് ദ ക്ലയൻസും മുന്നേ ചെയ്തുകൊണ്ടിരുന്നതാണ് കാപ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ചൂസ് റൈറ്റ് കാപ്സ്. സ്റ്റിക്ക് ടു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ്, അതായത് ബ്രൗൺ റൈസ്, ഓൾ വീറ്റ്, ജോവർ, ബാർലി, ബജ്ര, ലെഗ്യൂംസ്, ദാള്, ഇതൊക്കെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് ആണ്. ഈ കാപ്സ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് സ്റ്റോർഡ് ആസ് ഫാറ്റ്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് ആകുമ്പോൾ കാപ്സ് പെട്ടെന്ന് ഫാറ്റിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് ചൂസ് ചെയ്യാം. ആൻഡ് ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. ബ്രൗൺ റൈസ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് ആണെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കുമ്പോൾ എഗെയിൻ കൺവേർട്ട് ഫുഡ് ടു ഫാറ്റ്. കാരണം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഷുഗർ ലോഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഓവർ ഈറ്റിങ്ങിലേക്ക് പോവാതിരിക്കുക. കമ്പൈൻ വിത്ത് വെജിറ്റബിൾസ് ആൻഡ് പ്രോട്ടീൻസ്. സോ ഒരു ബാലൻസ്ഡ് മീലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ ടു എവരി വൺ.